നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തെ ബ്യൂട്ടി ഇവിടെ നിന്ന് കിട്ടുന്ന ശാന്തത അത് വേറെ എവിടെയും കിട്ടൂല. എവിടെയെന്നല്ലേ, ബാ കാണിച്ചു തരാം. ഇതാണ് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. വളരെ ദൂരത്ത് നിന്ന് തന്നെ ഈ പള്ളി കാണുമ്പോൾ നമുക്ക് അതിന്റെ ഭംഗിയൊന്ന് അടുത്ത് കാണാൻ ആഗ്രഹിച്ചു പോകും. ഇവിടുത്തെ ലേറ്റ് സുൽത്താൻ കാബൂസ് അദ്ദേഹത്തിന്റെ രാജ്യത്തിന് സമ്മാനിച്ച ഒന്നാണ് ഈ ഗ്രാൻഡ് മോസ്ക്. മനോഹരമായ കൊത്തുപണികളും ഇസ്ലാമിക് കാലിഗ്രഫിയും നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. ഏകദേശം 6 വർഷം കൊണ്ടാണ് ഈ പള്ളി പണിതത്. വളരെ ദൂരത്ത് നിന്ന് തന്നെ നമുക്ക് ഈ 5 മിനാരങ്ങൾ കാണാം. ഇസ്ലാമിന്റെ 5 അടിസ്ഥാനങ്ങളാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ലോകത്തെ ആർക്ക് വേണമെങ്കിലും ഈ പള്ളിയിൽ വരാം, ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാം. അത് നമ്മുടെ ഒമാന്റെ ഹോസ്പിറ്റാലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഏകദേശം 20,000 ആളുകൾക്ക് ഈ പള്ളിയിൽ ഒരേ സമയം ഒത്തുകൂടാൻ പറ്റും. അത്രക്കും വിശാലമാണ്. ഇനി ഈ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു ലോകത്തെത്തിയൊരു ഫീലാണ് നമുക്ക് കിട്ടണത്. 8 മുതൽ 11 മണി വരെയാണ് ഇവിടെ കയറാനുള്ള സമയം. ഏകദേശം 6500 ആളുകൾക്ക് ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഹോൾ റൂമാണ് ഇത്. 6 ലക്ഷം ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് 1000-ലധികം ലൈറ്റ്സ് വെച്ച് ഉണ്ടാക്കിയ 8 ടൺ ഭാരം വരുന്ന ഒരു ഷാൻലിയറാണ് ഇത്. അതുകൂടാതെ 4 വർഷം കൊണ്ട് 600 ഇറാനിയൻ സ്ത്രീകൾ അവരുടെ കൈ കൊണ്ട് നെയ്തെടുത്ത ലോകത്തെ ഏറ്റവും വലിയ പേർഷ്യൻ പരവതാനികളിൽ ഒന്നാണ് ഈ കാണുന്നത്. 70 അടിയോളം പൊക്കം വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർബിൾ തൂണുകളാണിത്. അതിലെന്ത് ഭംഗിയായിട്ടാണ് അവരാ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് നോക്കി. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഈ നീല മെഹ്റാബ്. നല്ല ഭംഗിയുള്ള നീല മാർബിളിൽ കൊത്തിയെടുത്ത ഖുറാനിക് മെസ്സേജസും ഫ്ലോറൽ ഡിസൈൻസുമാണ് ഈ മെഹ്റാബിൽ കാണുന്നത്. തേക്ക് മരത്തിൽ ചെയ്ത കൊത്തുപണികളും അതിൽ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഡെക്കറേഷൻസുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് തികച്ചൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. നേരെ ചൊവ്വ അറബി പേപ്പറിൽ എഴുതാൻ അറിയാത്ത എനിക്ക് ഇവർ ഈ ചെയ്തേക്കണ വർക്ക്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ കിളി തന്നെ പാറിപ്പോയി. അത്രക്കും അടിപൊളി. തേക്കൊണ്ടുണ്ടാക്കിയ വാതിലുകളും അതിൽ കൈ കൊണ്ട് ചെയ്ത ഭംഗിയുള്ള കൊത്തുപണികളും നല്ല ഗോൾഡൻ ഡെക്കറേഷൻസുമാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാണെന്ന് ഈ കോറിഡോഴ്സിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. ആ കാണുന്ന ഇസ്ലാമിക് കാലിഗ്രഫിയും ലാൻഡേൺസും, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ക്ലെൻലിനെസ്. അതവർ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പലർക്കും അറിയാത്തൊരു ഇടം കൂടി ഉണ്ട് ഇവിടെ. ഏതാണെന്നറിയോ? ഇതാണ് ഇസ്ലാമിക് ഇൻഫർമേഷൻ സെന്റർ. ഇവിടെ നമുക്ക് വരാം, നമുക്ക് ഇവരുടെ ഇസ്ലാമിക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അവർ വളരെ സ്നേഹത്തോടെയാണ് നമ്മളെ വെൽക്കമിങ് ചെയ്യുക. അതുകൂടാതെ നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഇസ്ലാമിക് ബുക്സ് ഒക്കെ എടുക്കാം. ഈ കൊത്തുപണികളിലോ പുറമേ ഉള്ള ഒന്നുമല്ല യഥാർത്ഥ ഭംഗി. ഈ പള്ളിയിൽ കയറുമ്പോൾ നിങ്ങൾ പുറം ലോകമായിട്ട് ഡിസ്കണക്റ്റ് ആവും. എല്ലാം മറന്ന് ഈ പള്ളി ഇവിടുത്തെ ശാന്തിയും സമാധാനവും ആ ഒരു നിശബ്ദത നിങ്ങൾക്ക് വേറെ ഒരു ലോകത്ത് കൊണ്ടുപോകും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഇതിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിങ്സില്ലേ, അതാണ് യഥാർത്ഥ ഭംഗി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മസ്കറ്റിൽ വരാനൊരു അവസരം കിട്ടിയ തീർച്ചയായും നമ്മുടെ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിൽ വരണം. ഇത് വേറെ ഒരു അനുഭവമാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം.